AD 4-ാം നൂറ്റാണ്ടിൽ കുമാരഗുപ്തൻ സ്ഥാപിച്ച മഹത്തായ പ്രസിദ്ധമായ നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങളാണ് നാം ഇന്ന് കാണുന്നത്. ഏതാണ്ട് 10,000-ഓളം വിദ്യാർത്ഥികൾ, ലോകത്തെ ആദ്യത്തെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു നളന്ദ സർവകലാശാല. ലോകം മുഴുവൻ പ്രസിദ്ധി ആർജിച്ച ഇന്ത്യയിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന്, അതേപോലെ ചൈനയിൽ നിന്ന്, ജപ്പാനിൽ നിന്ന്, മലേഷ്യ, അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് പഠിച്ച വലിയൊരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു നളന്ദ സർവകലാശാല. ധാരാളം വിവാദങ്ങളുണ്ട്. ഇത് തകർത്തത് ബക്തിയാർ ഖാനാണ്. അതുകൊണ്ട് ബക്തിയാർ ഖാൻ്റെ പേരിലുള്ള ബക്തിയാർപൂർ എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ പേര് മാറ്റണം. സത്യത്തിൽ ബക്തിയാർ ഖാൻ ഇവിടെ വന്നതിന് ശേഷവും ധാരാളം വർഷം നളന്ദ നിലനിന്നുവെന്നും അതിൻ്റെ തകർച്ചയ്ക്ക് മറ്റു പല കാരണങ്ങളുമാണെന്ന് പറയുന്ന വലിയ ഒരു വിഭാഗം ചരിത്രകാരന്മാരുണ്ട്. ഏതായാലും നളന്ദയുടെ അവശിഷ്ടങ്ങൾ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ബാക്കിപത്രമാണ്. ഇന്ത്യ ലോകത്തിന് മുമ്പിൽ ഏറ്റവും വലിയ വിദ്യാകേന്ദ്രമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത്. നമ്മൾ ഇന്ന് അതിൻ്റെ ചരിത്രത്തിൻ്റെ ശേഷിപ്പിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എല്ലാവർക്കും നളന്ദ സർവകലാശാലയുടെ ഈ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒന്നിച്ച് ഇത് കാണാം. ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് ഏകദേശം 95 കിലോമീറ്റർ തെക്ക് കിഴക്കായാണ്, രാജ്ഗീറിന് ചുറ്റുവട്ടത്തായാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊന്നായ നളന്ദ സർവകലാശാല നിലകൊള്ളുന്നത്. ഇന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ നിശബ്ദമാണ്. എന്നാൽ 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യയിൽ ഉടനീളമുള്ള നാഗരികതകളെ രൂപപ്പെടുത്തിയ ചർച്ചകൾ, ഗവേഷണങ്ങൾ, അറിവുകൾ എന്നിവയാൽ നളന്ദ സർവകലാശാല സജീവമായിരുന്നു. ഗുപ്ത രാജവംശത്തിന്റെ ഭരണകാലത്ത് CE 5-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ നളന്ദ സർവകലാശാല ഹർഷവർദ്ധനെ പോലെയുള്ള രാജാക്കന്മാരുടെയും പാല രാജവംശത്തിലെ ഭരണാധികാരികളുടെയും രക്ഷാകർതൃത്വത്തിൽ വളർന്ന് പന്തലിച്ചു. പ്രാഥമികമായി ആത്മീയ കേന്ദ്രങ്ങളായിരുന്ന ആശ്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നളന്ദ ഒരു സമ്പൂർണ്ണ റെസിഡൻഷ്യൽ സർവകലാശാലയായി വികസിച്ചു. ഇവിടെ വിദ്യാർത്ഥികൾ ബുദ്ധമത തത്വചിന്ത മാത്രമല്ല, വൈദ്യശാസ്ത്രം, ഗണിതം, ജ്യോതിശാസ്ത്രം, വ്യാകരണം, യുക്തി, കലകൾ എന്നിങ്ങനെ വിപുലമായ വിഷയങ്ങളും അവർ പഠിച്ചു. അതിന്റെ ഉന്നതിയിൽ നളന്ദയിൽ 10,000-ലധികം വിദ്യാർത്ഥികളും 2,000-ലധികം അധ്യാപകരും ഉണ്ടായിരുന്നു. നളന്ദയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കർശനമായിരുന്നു. ഓർമ്മശക്തി മാത്രമല്ല, വിശകലന വൈദഗ്ധ്യവും പരീക്ഷിക്കുന്ന സംവാദങ്ങളിലും ചർച്ചകളിലും വാക്കാലുള്ള പരീക്ഷകളിലും വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായ ഹോസ്റ്റൽ മുറികളും ബുദ്ധഭിക്ഷുക്കൾക്ക് ജ്ഞാനത്തിനായി പ്രത്യേക പീഠങ്ങളും രൂപകൽപ്പന ചെയ്തിരുന്നു. സായാഹ്നങ്ങളിൽ വിവിധ പരിപാടികൾക്കായി ഓഡിറ്റോറിയവും മനോഹരമായി രൂപകൽപ്പന ചെയ്തിരുന്നു. നളന്ദയുടെ ഹൃദയസ്പർശിയായത് ധർമ്മഗുഞ്ച് അഥവാ സത്യത്തിന്റെ ട്രഷറി എന്നറിയപ്പെട്ടിരുന്ന അതിന്റെ ലൈബ്രറി സമുച്ചയമായിരുന്നു. നൂറ്റാണ്ടുകളായി ശേഖരിച്ച അറിവുകൾ ഉൾക്കൊള്ളുന്ന ലക്ഷക്കണക്കിന് കയ്യെഴുത്തു പ്രതികൾ അവിടെ സൂക്ഷിച്ചിരുന്നു. പിന്നീട് നശിപ്പിക്കപ്പെട്ടപ്പോൾ കയ്യെഴുത്തു പ്രതികൾ മാസങ്ങളോളം കത്തിച്ചു കളഞ്ഞുവെന്നും തലമുറകളുടെ ജ്ഞാനം വായുവിലേക്ക് പുറപ്പെടുവിച്ചുവെന്നും ഇതിഹാസങ്ങൾ പറയുന്നു. നളന്ദയിലെ ലൈബ്രറി പുരാതന ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അറിവിന്റെ ശേഖരങ്ങളിൽ ഒന്നായാണ് സങ്കല്പിക്കുന്നത്. നളന്ദയുടെ പ്രശസ്തി ഭൂഖണ്ഡങ്ങളിൽ ഉടനീളം വ്യാപിച്ചു. ചൈന, കൊറിയ, ജപ്പാൻ, ടിബറ്റ്, മംഗോളിയ, ശ്രീലങ്ക തുടങ്ങിയ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും ഇവിടത്തേക്ക് സഞ്ചരിച്ചു. 7-ാം നൂറ്റാണ്ടിലെ സുവാൻസാങ്, 8-ാം നൂറ്റാണ്ടിലെ യിജിങ് തുടങ്ങിയ ചൈനീസ് തീർത്ഥാടകർ വർഷങ്ങളോളം നളന്ദയിൽ താമസിക്കുകയും പഠിക്കുകയും ചെയ്തു. അവരുടെ വിശദമായ വിവരണങ്ങൾ സർവകലാശാലയുടെ അച്ചടക്കം, പാഠ്യപദ്ധതി, ഊർജ്ജസ്വലമായ ബൗദ്ധിക അന്തരീക്ഷം എന്നിവയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ വിവരണങ്ങൾ നൽകുന്നു. അവയിലൂടെ നളന്ദ ഒരു ഇന്ത്യൻ സ്ഥാപനം മാത്രമല്ല, ഏഷ്യയെ അറിവിന്റെ ലോകത്ത് ബന്ധിപ്പിച്ചിരുന്ന അന്താരാഷ്ട്ര സർവകലാശാല ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ എല്ലാ മഹത്തായ സ്ഥാപനങ്ങളെയും പോലെ നളന്ദയും ഒടുവിൽ അധപ്പതിച്ചു. CE 12-ാം നൂറ്റാണ്ടോടെ രാഷ്ട്രീയ അസ്ഥിരതയും യുദ്ധങ്ങളും കുറഞ്ഞ രക്ഷാകർതൃത്വവും സർവകലാശാലയെ ദുർബലപ്പെടുത്തി. തുടർന്ന് അവസാന പ്രഹരവും വന്നു. ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ സംവാദങ്ങളിൽ ഒന്ന് നളന്ദയുടെ തകർച്ചയാണ്. ഈ അറിവിന്റെ ദീപസ്തംഭം എങ്ങനെ അവസാനിച്ചു എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. 1193-ൽ ബക്തിയാർ ഖിൽജി ബീഹാർ ആക്രമിച്ചു എന്നതാണ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കഥ.
അദ്ദേഹത്തിന്റെ സൈനികർ നളന്ദയെ ആക്രമിക്കുകയും അതിന്റെ ലൈബ്രറികൾക്ക് തീയിടുകയും ചെയ്തു. തീജ്വാലകൾ മാസങ്ങളോളം കത്തിയെരിഞ്ഞു എന്ന് പറയപ്പെടുന്നു. നൂറ്റാണ്ടുകളുടെ സഞ്ചിതജ്ഞാനം ചാരമായി മാറി. എന്നാൽ രാം പുനിയാനിയെ പോലെയുള്ള ചരിത്ര പണ്ഡിതർ ഈ വാദത്തെ സമ്പൂർണമായി തള്ളിക്കളയുന്നു. ബക്തിയാർ ഖിൽജിയുടെ സമകാലിക ചരിത്രകാരനായിരുന്ന മിൻഹാജ് സിറാജ് തന്റെ തമാക്കത്തെ നസ്രിയിൽ ഇതേക്കുറിച്ച് ഒരു സൂചനയും നൽകുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ബക്തിയാർ ഖിൽജിയുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ മുഴുവൻ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ കെട്ടിച്ചമച്ചതാണെന്ന് അദ്ദേഹം പറയുന്നു. ബക്തിയാർ ഖിൽജി നളന്ദ സർവകലാശാല നശിപ്പിച്ചു എന്നതിന് അടിസ്ഥാനമായി പറയുന്ന 2 കാരണങ്ങളിൽ ഒന്ന്, അദ്ദേഹം സർവകലാശാലയിൽ ഖുർആൻ തെരഞ്ഞപ്പോൾ കണ്ടുകിട്ടിയില്ല എന്നും രണ്ടാമത്തേത് തന്റെ അസുഖം ഇസ്ലാമിക വൈദ്യന്മാർ ചികിത്സിച്ചിട്ട് മാറാതിരിക്കുകയും എന്നാൽ നളന്ദയിലെ ബുദ്ധ ഭിക്ഷുക്കൾ ചികിത്സിച്ചപ്പോൾ മാറുകയും ചെയ്തപ്പോൾ ഇസ്ലാമിനേക്കാൾ ഉയർന്ന ഒരു ചികിത്സാ രീതി നളന്ദയിൽ വേണ്ട എന്ന് തീരുമാനിച്ച് കത്തിച്ചു കളഞ്ഞു എന്നുമാണ്. ഈ 2 കാരണങ്ങളിൽ നിന്ന് തന്നെ നളന്ദയുടെ നശീകരണത്തിന്റെ കാരണക്കാരൻ ബക്തിയാർ ഖിൽജിയായിരുന്നു എന്ന പ്രചരണം ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമാണ്. ബുദ്ധഭിക്ഷുക്കൾ ബ്രാഹ്മണരെ അധിക്ഷേപിച്ചപ്പോൾ പ്രതികാരമായി നളന്ദ സർവകലാശാല ബ്രാഹ്മണർ നശിപ്പിച്ചുവെന്ന് പ്രബലമായ ഒരു വിശ്വാസമുണ്ട്. അധിനിവേശത്തിന് വളരെ മുമ്പ് തന്നെ നളന്ദ തകർച്ചയിലായിരുന്നു എന്നതാണ് മറ്റൊരു കാഴ്ചപ്പാട്. രാജകീയ പിന്തുണയുടെ അഭാവം, പഠന കേന്ദ്രങ്ങൾ മാറിയത്, അതിന്റെ ബുദ്ധമതം ഇന്ത്യയിൽ തകർന്നു തുടങ്ങുകയും ഹിന്ദുമതം വ്യാപകമായി വളർന്നു വരികയും ചെയ്തതോടെ സർവകലാശാല തകർച്ചയുടെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. രാജവംശങ്ങളുടെ ദുർബലപ്പെടുത്തലും രാജകീയ പിന്തുണയുടെ അഭാവവും പഠനകേന്ദ്രങ്ങൾ മാറിയതും അതിന്റെ ശക്തി കുറച്ചിരുന്നു. ആക്രമണം വിനാശകരമായിരുന്നിരിക്കാം, പക്ഷേ അപ്പോഴേക്കും നളന്ദ അതിന്റെ ഉച്ചസ്ഥായിയിൽ ആയിരുന്നില്ല. മൂന്നാമത്തെ കാഴ്ചപ്പാട് എല്ലാം കൂടിച്ചേർന്നതാണ്. ഈ അഭിപ്രായം അനുസരിച്ച് നളന്ദ അവഗണനയിൽ പതുക്കെ തകർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഖിൽജിയുടെ ആക്രമണം കൃത്യമായ കാരണം എന്തു തന്നെയായാലും നളന്ദയുടെ പതനം ഒരു സർവകലാശാലയുടെ നാശം മാത്രമായിരുന്നില്ല, ഒരു നാഗരികതയുടെ ബൗദ്ധിക ശബ്ദത്തിന്റെ നിശബ്ദതയായിരുന്നു. മാനവികതയ്ക്ക് കയ്യെഴുത്ത് പ്രതികൾ മാത്രമല്ല, നൂറ്റാണ്ടുകളായി ശേഖരിച്ചു വെച്ച ജ്ഞാനവും നഷ്ടപ്പെട്ടു. എന്നിട്ടും നളന്ദയുടെ ഓർമ്മകൾ അപ്രത്യക്ഷമായില്ല. അതിന്റെ അവശിഷ്ടങ്ങൾ പ്രചോദനം നൽകിക്കൊണ്ടിരുന്നു. 2016 യുനെസ്കോ നളന്ദയെ ഒരു ലോക പൈതൃക സ്ഥലമായി അംഗീകരിച്ചു. ആഗോള വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ ഒരു സ്മാരകമായി അതിനെ സംരക്ഷിച്ചു. നളന്ദ നഷ്ടങ്ങളുടെ കഥ മാത്രമല്ല, അറിവിന്റെ കാലാതീതമായ ശക്തിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വിദ്യാഭ്യാസത്തിന് അതിരുകളില്ല, ജ്ഞാനമാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ നിധി എന്ന സന്ദേശം യുഗങ്ങളിലൂടെ പ്രതിധ്വനിക്കുന്നു. നളന്ദയുടെ അവശിഷ്ടങ്ങൾ നിശബ്ദമായി നിലനിന്നേക്കാം, പക്ഷേ അവരുടെ ശബ്ദം നമ്മെ നയിക്കുന്നത് തുടരുന്നു. എല്ലാവരുടെയും നന്മക്കായി പഠിക്കാനും ചോദ്യം ചെയ്യാനും അറിവ് പങ്കിടാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇത് നളന്ദയായിരുന്നു. ലോകത്തിന് ഇന്ത്യയുടെ സമ്മാനവും ലോകത്തിന്റെ പഠനത്തിന്റെ വെളിച്ചവുമാണ് നളന്ദ. നന്ദി, നമസ്കാരം.